ഏറ്റവും ഒടുവിൽ ഛത്തീസ്ഗഡിൽ പോയപ്പോൾ വളരെ കൗതുകകരമായൊരു സംഭവം ഉണ്ടായി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജയിലിലാണ്. അവരെ സന്ദർശിക്കാൻ പോയതാണ്. ഞങ്ങൾ കോൺവെന്റിനകത്തേക്ക് ചെല്ലുകയാണ് ഞങ്ങളുടെ വണ്ടി. അപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട് പുറത്തു നിൽക്കുന്നൊരു സ്ത്രീ. അവർ പിന്നീട് അകത്തേക്ക് കയറി വരുന്നുണ്ട്, കോമ്പൗണ്ടിനകത്തേക്ക്. ചുരിദാറാണ് വേഷം. ഞങ്ങൾ പുരോഹിതരോട് സംസാരിക്കുന്നുണ്ട്, ആശയവിനിമയം നടത്തുന്നുണ്ട്. അവർ ഞങ്ങളെ സ്വീകരിച്ചിരുത്തി സ്വീകരണ മുറിയിൽ ചായ തരുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു തിരുവസ്ത്രം ധരിച്ച ഒരാൾ, കന്യാസ്ത്രീ, ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ, ഇവരെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ സംശയം മനസ്സിലാക്കിയപ്പോൾ ആ കന്യാസ്ത്രീ ഞങ്ങളോട് പറഞ്ഞു, സംശയിക്കണ്ട, നേരത്തെ പുറത്ത് വെച്ച് കണ്ട് സംസാരിച്ചതും എന്നോട് തന്നെയാണ്. അപ്പോൾ വേഷം ചുരിദാറാണ്, ഇപ്പോൾ വേഷം തിരുവസ്ത്രമാണ്. പുറത്തു പോകുമ്പോൾ തിരുവസ്ത്രമിട്ട് പോകുന്നത് സേഫ് അല്ല. ഞാനതാണ് നേരത്തെ പറഞ്ഞത്. ഇഷ്ടപ്പെട്ട വേഷം ധരിക്കാൻ, ഇഷ്ടപ്പെട്ട മതവിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ, ഇഷ്ടപ്പെട്ട മതസ്വത്വം ഉയർത്തിപ്പിടിക്കാനുള്ള പരിപൂർണമായ അവകാശം ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് അവർ കോംപ്രമൈസ് ചെയ്യേണ്ടി വരികയാണ്. ജീവിച്ചിരിക്കാൻ, സുരക്ഷിതമായിരിക്കാൻ അവരുടെ വസ്ത്രം, അവരുടെ മതവിശ്വാസത്തിന്റെ വസ്ത്രം അവർ മാറ്റിവെച്ച് പുറത്തിറങ്ങേണ്ടി വരും. നിങ്ങൾ നോക്കൂ, ജീവിക്കാൻ വേണ്ടി എങ്ങനെ സർവൈവ് ചെയ്യും എന്ന ചോദ്യം ഇന്ത്യയിൽ ഇന്ന് പ്രസക്തമായി മാറുന്നു.